CPM-ന് അടിമുടി പണിയാണ് വരും ദിവസങ്ങളിൽ. തൃശൂരിൽ CPM-ന്റെ വോട്ട് ചോർന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഒരു വശത്ത് ചർച്ചയാകുമ്പോൾ മറുവശത്ത് 1,00,000-ലധികം വോട്ടിന് രാജീവ് ചന്ദ്രശേഖർ ജയിക്കും, ശശി തരൂർ 3-ാം സ്ഥാനത്ത് എന്ന റിപ്പോർട്ടുകളും ചർച്ചയാക്കുകയാണ് മാധ്യമങ്ങൾ. തിരുവനന്തപുരം BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്ന കേന്ദ്ര സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ റിപ്പോർട്ട്. ശശി തരൂർ 3-ാം സ്ഥാനത്താകുമെന്നാണ് സംസ്ഥാന രഹസ്യാന്വേഷണ റിപ്പോർട്ട് പറയുന്നത്. വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് ശശി തരൂരിനെയാണ് ബാധിച്ചിരിക്കുന്നത്. ഇത്തവണ 9.5 ലക്ഷം വോട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ ആകെ 10,10,000 വോട്ട് പോൾ ചെയ്തിരുന്നു. വോട്ടിംഗ് ശതമാനം 77.66. ഇത്തവണ വോട്ടിംഗ് ശതമാനം 66.49, കുറവ് 7.23%. 1,00,000-നടുത്ത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ പ്രാവശ്യം ശശി തരൂർ ജയിച്ചത്. ശശി തരൂർ 4 ലക്ഷത്തിലധികം വോട്ട് നേടിയപ്പോൾ 2-ാം സ്ഥാനത്തെത്തിയ BJPയുടെ കുമ്മനം രാജശേഖരന് 3 ലക്ഷത്തിലധികം വോട്ട് ലഭിച്ചു. ഇടതിന്റെ C ദിവാകരന് 2.5 ലക്ഷത്തിലധികം വോട്ടും പിടിക്കാനായി. ഇത്തവണ ആകെയുള്ള 63,472 പുതിയ വോട്ടർമാരിൽ 80%-ലധികം പേരും വോട്ട് രേഖപ്പെടുത്തി. BJPക്ക് സ്വാധീനമുള്ള കഴക്കൂട്ടം, നേമം, തിരുവനന്തപുരം മണ്ഡലങ്ങളിലാണ് കൂടുതൽ പുതിയ വോട്ടർമാർ. പാറശാല, നെയ്യാറ്റിൻകര, കോവളം, വട്ടിയൂർക്കാവ് എന്നിങ്ങനെയാണ് പുതിയ വോട്ടർമാർ. പുതിയ വോട്ടർമാരിൽ 60%-വും രാജീവ് ചന്ദ്രശേഖറിന് തുണയായി മാറുമെന്നാണ് BJP ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ. 30% ഇടത് സ്ഥാനാർത്ഥിക്കും 10% കോൺഗ്രസിനും കിട്ടും. ഇത്തവണ പോൾ ചെയ്ത 9.5 ലക്ഷം വോട്ടിൽ 1/2 ലക്ഷം പുതിയ വോട്ടർമാരുടേതാണ്. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ വർഷം വോട്ട് ചെയ്തവരിൽ 9 ലക്ഷം പേർ മാത്രമാണ് ഇത്തവണ വോട്ടിട്ടത്. കഴിഞ്ഞ തവണ വോട്ട് ചെയ്തിട്ട് ഇത്തവണ ചെയ്യാതിരുന്ന 1 ലക്ഷത്തിലധികം വോട്ടിൽ 80%-വും ശശി തരൂരിന് ലഭിക്കേണ്ട വോട്ടുകളായിരുന്നു. BJPയുടെയും CPIയുടെയും 10% വീതം വോട്ടും പല കാരണങ്ങളാൽ ചെയ്തിട്ടില്ല. അങ്ങനെയാകുമ്പോൾ 3 സ്ഥാനാർത്ഥികൾക്കും കഴിഞ്ഞ വർഷത്തെ വോട്ട് കുറയാം. തരൂരിന്റെ കഴിഞ്ഞ വർഷം വോട്ട് ചെയ്തവരിൽ 10 മുതൽ 15% വരെ ആളുകൾ ഇത്തവണ രാജീവ് ചന്ദ്രശേഖരനാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. 5 മുതൽ 10% പേർ പന്ന്യൻ രവീന്ദ്രനും മാറ്റി വോട്ട് ചെയ്തു. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് വോട്ട് 3 ലക്ഷത്തിന് ഇടയ്ക്കാകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചർച്ചകൾ. പുതിയ വോട്ടിൽ BJPക്ക് 25,000, CPIക്ക് 15,000, കോൺഗ്രസിന് 10,000 എന്നിങ്ങനെയായിരിക്കും കിട്ടുക. അതുകൂടി കിട്ടുമ്പോൾ BJPയുടെ വോട്ട് ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. അതേസമയം കോൺഗ്രസിന് വോട്ട് കുറയുമെന്നും CPIക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ലഭിക്കുമെന്നും കണക്കുകൂട്ടലുണ്ട്. രാജീവ് ചന്ദ്രശേഖറിന് ഏറ്റവും കുറഞ്ഞത് 3.5 ലക്ഷത്തിലധികം വോട്ട് കിട്ടും. പന്ന്യൻ രവീന്ദ്രന് കിട്ടുന്ന 3.25 ലക്ഷമായിരിക്കും. കുറഞ്ഞത് 56,000 വോട്ടിന് രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. ഇതിനിടെ തൃശൂരിൽ CPM വോട്ട് ചോർന്നുവെന്നും സീറ്റ് UDF നിലനിർത്തുമെന്നും TN പ്രതാപനും വ്യക്തമാക്കിയിരിക്കുകയാണ്. തൃശൂരിൽ CPM വോട്ട് ചോർന്നതായി KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ. വോട്ട് ശതമാനം കുറഞ്ഞത് ഇതിന്റെ തെളിവാണ്. CPM BJP അന്തർധാരയുടെ ഭാഗമാണെന്നും പ്രതാപൻ ആരോപിച്ചു. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം K മുരളീധരന് അനുകൂലമായി വന്നിട്ടുണ്ട്. UDF സിറ്റിംഗ് സീറ്റ് നിലനിർത്തും. അതേസമയം സ്ത്രീ വോട്ടർമാർ തുണച്ചുവെന്ന BJPയുടെ വാദം തെറ്റാണെന്നും പ്രതാപൻ പറഞ്ഞു. അതേസമയം BJP തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഇതിനിടെ മറ്റു പാർട്ടികളിലെ 100-ലേറെ നേതാക്കളെ BJPയിൽ എത്തിക്കാൻ പാർട്ടി നേതൃത്വം ലക്ഷ്യമിടുന്നു എന്ന റിപ്പോർട്ടുകളുമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ ഇതിനുള്ള ചർച്ചകൾ പല വഴികളിലൂടെ നടന്നു. അതായത് പാർട്ടികളിലും മുന്നണികളിലും അസംതൃപ്തരായവരോടാണ് കൂടുതലും സംസാരിച്ചത്. മുതിർന്ന കോൺഗ്രസ്, കേരള കോൺഗ്രസ് നേതാക്കളും ഇതിലുണ്ട്. CPM CPI കക്ഷികളിൽ നിന്ന് നടപടി നേരിട്ടവരുടെ പട്ടിക തയ്യാറാക്കി പ്രകാശ് ജാവദേക്കർ ബന്ധപ്പെട്ടതായാണ് വിവരം. മുൻ MLA S രാജേന്ദ്രനുമായുള്ള കൂടിക്കാഴ്ചയും ഇപ്രകാരമാണ് നടന്നത്. അതായത് വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ BJPയിലേക്ക് എത്തുമെന്നുള്ളതും ചർച്ചകളായി പുറത്തുവരികയാണ്.